ശബരിമലയിൽ എന്നല്ല, മുഴുവൻ ദേവസ്വം ബോർഡുകളിലും മുഴുവൻ ക്ഷേത്രങ്ങളിലും വൻ സ്വർണ്ണ തട്ടിപ്പെന്നാണ് വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ തെളിയിക്കുന്നത്. ശ്രീകണ്ഠേശ്വരം അങ്ങനെ തുടങ്ങി ഏതാണ്ട് ഒരുവിധം പ്രശസ്തി ആർജിച്ച എല്ലാ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും വൻ മോഷണവും തട്ടിപ്പും വെട്ടിപ്പും വന്ന് വ്യക്തമാക്കുകയാണ്. ലേറ്റസ്റ്റായി വരുമെന്നാണല്ലോ പറയുന്നത്. കുറച്ച് പത്രസമ്മേളനം തുടങ്ങാൻ വൈകി. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന കാര്യം രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഈ ഇലക്ഷൻ സമയത്ത് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് ചർച്ച സജീവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയം അടുത്തപ്പോഴത്തേക്കും ശബരിമല സ്വർണ്ണക്കൊള്ള പൂർണ്ണമായി മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഡീലിനെ പറ്റി ഇവിടെ ഇപ്പം ചർച്ച നടക്കാത്തത്? പ്രത്യേകിച്ചും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയാണ്. ശബരിമലയെപ്പറ്റി വാദോരാതെ സംസാരിക്കുകയും ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സ്വദേശ് ദർശൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിക്ക് ഏകദേശം 100 കോടിയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത്. ഇത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ടൂറിസം വകുപ്പിൻ്റെ മെല്ലെപ്പോക്ക് കാരണം 2022 ഇതിൻ്റെ പദ്ധതി വിഹിതം 54 കോടിയായി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അതിനുശേഷവും പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇതിൽ വനഭൂമി, അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം, ഇതിൻ്റെ ഒരുപാട് അനുമതി കാരണങ്ങളൊക്കെ വേണം. പക്ഷെ അതിനുശേഷവും ഈ മെല്ലെപ്പോക്ക് കാരണം വീണ്ടും തുക വെട്ടിച്ചുരുക്കി ഇത് 46 കോടിയായിട്ട് മാറി. ഈ 46 കോടി അനുവദിച്ചിൽ നിന്നും ടൂറിസം വകുപ്പ് ചെലവഴിച്ചിരിക്കുന്നത് 36.27 കോടി രൂപയാണ്. അപ്പം ശബരിമലയെ പറ്റി സംസാരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം നമുക്ക് ലഭിക്കേണ്ട 100 കോടി രൂപയുടെ പദ്ധതി നഷ്ടപ്പെടുത്തിയതിനെ പറ്റി സംസാരിക്കാത്തത്? അതായത് നമുക്ക് നഷ്ടപ്പെട്ടത് 53.47 കോടി രൂപയാണ്. അപ്പം കേരളത്തിന് പല ടൂറിസം പദ്ധതികളും അതേപോലെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിലൊക്കെ പദ്ധതികൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ലഭിക്കേണ്ട അതേപോലെ ശബരിമല ഏറ്റവും തീർത്ഥാടന പ്രാധാന്യമുള്ള ശബരിമലയ്ക്ക് ലഭിക്കേണ്ട കോടി നഷ്ടപ്പെടുത്തിയതിനെ പറ്റി എന്തുകൊണ്ട് നമുക്കൊരു കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി പോലും ഉണ്ട്. അദ്ദേഹം പോലും എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്? സംസ്ഥാന ടൂറിസം മന്ത്രിയും ഇതിനെപ്പറ്റി എവിടെയും സംസാരിച്ച് കാണുന്നില്ല. ഇത് എന്തെങ്കിലും ഡീലിൻ്റെ ഭാഗമായിട്ടാണോ ഈ ശബരിമല സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം കോടികൾ നഷ്ടപ്പെടുത്തിയതിനെ പറ്റി ഇരു മുന്നണികളും സംസാരിക്കാത്തതെന്ന് വ്യക്തമാക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തുകയുണ്ടായി സംസ്ഥാന സർക്കാർ ഒരു വിഭാഗം ഭക്തരെ പരിഗണിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശബരിമലയ്ക്ക് വേണ്ടത് അടിസ്ഥാന വികസന സൗകര്യമാണ് വേണ്ടത്. അതിനുവേണ്ടി കൃത്യമായ കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ടും അത് നമുക്ക് എന്തുകൊണ്ട് കൃത്യമായി പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോയി? അത് ഈ സമയത്ത്, പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. സാധാരണക്കാരായ ഒരുപാട് ഭക്തർ വരുന്നതാണ് ശബരിമലയിൽ. അപ്പം അവർക്ക് വേണ്ട സംവിധാനങ്ങളും അവിടെ വിശ്രമിക്കാനും അതേപോലെ തന്നെ അന്നദാനം കൊടുക്കാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഫണ്ട് എന്തുകൊണ്ട് ഈ അലംഭാവം മൂലം നഷ്ടപ്പെടുത്തിയെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണത്. നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഏറെ ചർച്ച ചെയ്തു. അത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ അഴിമതിയുടെ കൂമ്പാരമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം, ഞാൻ ഈ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തിരുവനന്തപുരത്തെ ശ്രീവരാഹം ലക്ഷ്മി വരാഹം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ 7 ഗ്രാം 750 മില്ലിഗ്രാം തൂക്കം വരുന്ന 2 സ്വർണ്ണമാലകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിത് ജനങ്ങളെ അറിയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. തിരുവനന്തപുരം ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലെ 7 ഗ്രാം 750 മില്ലിഗ്രാം തൂക്കം വരുന്ന 2 സ്വർണ്ണമാലകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഏത് കാലയളവാണ് നോക്കണം? 2014 മെയ് മുതൽ
2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിലാണ് ഈ മോഷണം സംഭവിച്ചിരിക്കുന്നത്. ഇതെനിക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് പറയുന്നത് ഇത് പൈതൃക മൂല്യമുള്ള 2 സ്വർണ്ണമാലകളാണ്. അപ്പം ഇതിൻ്റെ വിപണി മൂല്യം നമുക്കൊരിക്കലും തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഇവിടെ തിരുവനന്തപുരത്തുള്ളവർക്കറിയാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കോടിക്കണക്കിന് വരുന്ന അമൂല്യമായിട്ടുള്ള ആഭരണങ്ങളുടെ കണക്കെടുപ്പ്. അപ്പം അതേപോലെ തന്നെ പ്രാധാന്യം വരുന്നതാണ് ശ്രീവരാഹം ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്ന 2 സ്വർണ്ണമാലകൾ. ഇത് കൂടാണ്ട് തന്നെ അവിടുത്തെ തിരുവാഭരണത്തിൻ്റെ രജിസ്റ്റർ പോലും കാണാതായിട്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്നത്? തിരുവിതാംകൂർ മാത്രമല്ല, അടുത്തത് കൊച്ചിൻ ദേവസ്വം ബോർഡിലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നമ്മൾ തിരുട്ട് ദേവസ്വം ബോർഡെന്ന് വിളിക്കേണ്ട സാഹചര്യമായിട്ട് മാറിയിരിക്കുന്നത്. ഓർക്കണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല, തിരുട്ട് ദേവസ്വം ബോർഡായിട്ട് അതിനെ മാറ്റണം. അതിനേക്കാളിലും വലുതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിലെ നിങ്ങൾക്കൊക്കെ അറിയാം, എറണാകുളം തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം, അവിടുത്തെ മകുടം, അതായത് ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിപ്പിക്കുന്ന കോലത്തിലൊക്കെ വെക്കുന്ന മകുടമാണ്, കിരീടം എന്ന് പറയാം. അവിടുന്ന് 663 മില്ലിഗ്രാം സ്വർണം കാണാതായിരിക്കുകയാണ്. ഇത് 2008 സംഭവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യൂണിറ്റ് 2 കേസെടുത്തിരുന്നു. ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇത്രയും വർഷമായിട്ടും 18 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ നഷ്ടപ്പെട്ട സ്വർണത്തിനെ പറ്റി ഇവിടുത്തെ ഒരു മുന്നണികളും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആചാര സംരക്ഷണവും അതേപോലെ വിശ്വാസ സംരക്ഷണവും ഒക്കെ പ്രകടന പത്രികയിൽ വാതുവരാതെ പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു കൊള്ളയെപ്പറ്റി എവിടെയും മിണ്ടാത്തതെന്ന് വ്യക്തമാക്കണം. 2012 സെപ്റ്റംബർ 29 ഈ അന്നത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ മകുടം തിരിച്ച് അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ലഭ്യമല്ല. ഇത് വിവരാവകാശം വഴി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പോലീസ് ഇത് രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും സൂചിപ്പിക്കാനുള്ളത്, മറ്റ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സബ് ഗ്രൂപ്പ് ദേവസ്വങ്ങളുണ്ട്. അവിടുന്ന് എനിക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയും, തിരുവാഭരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വളരെ രഹസ്യമാണ്, ഇതൊന്നും പുറത്തു വിടരുത് എന്ന് ഞങ്ങൾക്ക് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടെന്നുള്ള ഒരു തമാശയാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടെ തിരുവാഭരണ രജിസ്റ്റർ പോലും കാണാത്ത, അല്ലെങ്കിൽ അതുപോലും മോഷ്ടിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുള്ള സ്ഥലത്താണ് പറയുന്നത് തിരുവാഭരണത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടാൻ പറ്റില്ല, ഇതിന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് തൃക്കാര്യൂർ ദേവസ്വം ഗ്രൂപ്പാണ്. തൃക്കാര്യൂരും അതേപോലെ കരുനാഗപ്പള്ളി ദേവസ്വം ഒക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്നത് പോലാണ് ഈ ദേവസ്വം ബോർഡും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. ഇനിയും അടുത്ത ഒരു ക്ഷേത്രത്തിലേക്കൂടെ കൊള്ള ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ്. അത് തൃശ്ശൂർ പുള്ള് ദേവീക്ഷേത്രം, അതും വരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. അവിടെയും 2014 മെയ് മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ 5 പവൻ 40 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 7 ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത് പറയുന്നത് സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന സ്വർണ്ണ കൊള്ളയെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ്. ഇത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമങ്ങൾ ഇത് കൃത്യമായ വാർത്ത നൽകണം. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഒരു അറ്റം മാത്രമാണ്. ഇനിയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. ഞാനത് വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി പുറത്തുവിടും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹൈക്കോടതി ഒരു പരാമർശമൊക്കെ നടത്തി. ഞങ്ങളത് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടവനാരപ്പ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടിയപ്പം ഇതൊക്കെ ഞങ്ങളുടെ നിരീക്ഷണത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞ സംഘങ്ങളൊക്കെയാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കള്ളൻ കപ്പലിൽ തന്നെയാണ്. അതിൻ്റെ തെളിവുകളും വരും ദിവസങ്ങളിൽ കേരള ജനത അറിയും.
ഞാൻ അതിൻ്റെ വിവരങ്ങളും അതേപോലെ തന്നെ ഇനിയും ഞെട്ടുന്ന, അതായത് ഇപ്പം ഞാൻ ഇന്നിപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഒന്നും കൂടെ പറയുന്നു. ഒന്ന് ശ്രീവരാഹം, അത് തിരുവനന്തപുരം നിവാസികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ക്ഷേത്രമല്ല, അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു. പിന്നെ 2 പൂർണ്ണത്രയീശ ക്ഷേത്രം, അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. പിന്നെ തൃശ്ശൂർ പുള്ള് ദേവി ക്ഷേത്രം. ഇത് കൂടാണ്ട് മറ്റ് ക്ഷേത്രങ്ങളിലും സ്വർണ്ണക്കൊള്ള നടക്കുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും കൂടെ പുറത്തുവിടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ശബരിമലയുടെ കാര്യം വന്നപ്പം ഹൈക്കോടതിയുടെ കാര്യം പറയാൻ കാര്യം വെച്ചാൽ, ശബരിമലയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും ഹൈക്കോടതിയുടെ അനുമതി വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശബരിമല സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഈ 100 കോടി രൂപയുടെ പദ്ധതിക്ക് കൃത്യമായിട്ട് അനുമതി നേടിക്കൊടുക്കാനും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിക്ക് സാധിക്കാത്തത്? ഈ എടുത്ത രേഖ വെച്ചിട്ടാണ് പറയുന്നത്. 100 കോടി പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ആദ്യം അലോട്ട് ചെയ്ത്, ഇന്ന് എൻ്റെ ഈ രേഖയുണ്ട്, അങ്ങേക്ക് ഗൂഗിളിൽ അടിച്ചാലും അറിയാം, 100 കോടി എന്നാണ് അനുവദിച്ചത്. അതിൽ നിന്നും ഭാഗമായിട്ടാണ് ഇപ്പം ഫണ്ട് അനുവദിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും 99 കോടിയാണ്, അതായത് 100 കോടിയുടെ ആണ് പദ്ധതി. അതിൽ നിന്നും ഓരോ സ്ലോട്ടായിട്ട്, അതായത് പദ്ധതി പൂർത്തീകരിക്കുന്ന അനുസരിച്ചിട്ടാണ് മറ്റു തുക അനുവദിക്കുന്നത്. ഇപ്പം ശബരിമലയുടെ കേസിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം പൂർണ്ണമായിട്ടും വിനിയോഗിക്കും. ഇപ്പം ഇതൊരു ഡീലിൻ്റെ ഭാഗമല്ലേ? അല്ല, ശ്രീവരാഹത്തിന് വന്നിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ക്രൈംബ്രാഞ്ച് 2008. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഈ ടൂറിസം പദ്ധതികൾ എത്രത്തോളം നടപ്പാക്കാൻ പറ്റുന്നത് ഒരു പ്രശ്നമാണ്. അനുയോജ്യമായ പദ്ധതികൾ മാത്രമല്ല നടപ്പാക്കാൻ. അതെ, ശബരിമലയുടെ പ്രത്യേകിച്ചും നമുക്കറിയാം, ശബരിമല മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള വനഭൂമിയും അതേപോലെ തന്നെ പാരിസ്ഥിതിക അനുമതിയൊക്കെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സുഗമമായി ദർശനം നടത്താനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം, നിലയ്ക്കൽ വാഹന പാർക്കിംഗ് നടത്താം, അതുപോലെ കുടിവെള്ള വിതരണം കൂടുതൽ സുഗമമാക്കാം, അതേപോലെ ടോയ്ലറ്റ്. ദേവസ്വം ബോർഡല്ല, തിരുട്ട് ബോർഡെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും അഴിമതിയുടെ, മോഷണത്തിൻ്റെ വൻ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണാം ഓരോ വെട്ടിപ്പിൻ്റെയും വിശദാംശങ്ങൾ പുറത്തു വരും. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. വീണ്ടും പുതിയ തെളിവുകൾ സഹിതമുള്ള പുതിയ വെളിപ്പെടുത്തലുകളുമായി അദ്ദേഹം വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. കാത്തിരുന്ന് കാണാം.